ഒരു വാക്യം വായിക്കാം. വളരെ പഴയ നിയമത്തിൽ നിന്ന് രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ നിന്റെ ദൈവം എന്റെ ദൈവം. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്കറിയാം, രൂത്തിന്റെ പുസ്തകം നമുക്കറിയാം, അതിൻ്റെ ക്യാരക്ടേഴ്സിനെ നമുക്കറിയാം. അതിനകത്ത് നമുക്ക് രൂത്ത്, നവോമി, അതുപോലെ തന്നെ ഓർപ്പ, ബോവസ്, അങ്ങനെ ചില ക്യാരക്ടറുകളെ കുറിച്ചാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. നമുക്ക് വളരെ ഫെമിലിയറായ പരിചിതമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ കാര്യങ്ങളെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ദൈവിക ദൂത് പറഞ്ഞ് നമ്മൾ വേഗത്തിൽ അവസാനിപ്പിക്കും. ഇതിനകത്ത് നമുക്കൊന്നറിയാം, നവോമിയും കുടുംബവും അവർ ബെത്ലഹേമിൽ എഫ്രാത്ത് എന്ന സ്ഥലത്ത് താമസിക്കുന്നവരാണ്. ബെത്ലഹേം, ജെറുസലേം. ബെത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ ഭവനം. ലെഹേം എന്ന് പറഞ്ഞാൽ, ബേത്ത് എന്ന് പറഞ്ഞാൽ ഭവനമെന്നും ലെഹേം എന്ന് പറഞ്ഞാൽ അപ്പമെന്നാണ്. അപ്പോൾ അപ്പത്തിൻ്റെ ഭവനത്തിനകത്ത് താമസിച്ചിരുന്ന, ആ ബെത്ലഹേമിനകത്ത് എഫ്രാത്ത് എന്ന പട്ടണത്തിനകത്ത് താമസിച്ചിരുന്ന നവോമിയും ഭർത്താവും 2 ആമക്കളും ഇവർ ഒരിക്കൽ പെട്ടെന്ന് ആ ദേശത്തിനകത്തൊരു ക്ഷാമം വന്നു. ഈ ക്ഷാമം വരുന്ന സമയത്ത് ഒരുപക്ഷെ ഭർത്താവായിരിക്കാം. ഭർത്താവ് പറഞ്ഞു, നമ്മളിവിടെ നിന്നാൽ ഒരുപക്ഷെ നശിച്ചു പോകും, അല്ലെ നമുക്കൊരു ദോഷം വരും, നമുക്ക് എങ്ങോട്ട് പോകാം, നമുക്ക് മോവാബിലേക്ക് പോകാം. മോവാബ് എന്ന് പറയുന്നത് ജാതീയമായ ആരാധനകളും അന്യദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് മോവാബിയർ. അവിടെ ജോർദാൻ കരയിലൊരു ഭാഗമാണ് മോവാബ്യ പട്ടണം. മോവാബ്യ പട്ടണത്തിനകത്ത് ഒത്തിരി അന്യദൈവങ്ങളുടെ ജാതീയമായ ആരാധനകളും അന്യദൈവങ്ങളുടെ സ്ഥലമാണ്. ഒരുപക്ഷെ ഈ ബെത്ലഹേമിലെ ക്ഷാമം കണ്ടപ്പോൾ എല്ലാവരും ബെത്ലഹേം വിട്ടുപോയില്ല. നവോമി തിരിച്ചു വരുമ്പോൾ ആ ബെത്ലഹേമിലെ ഒത്തിരി പേര് യഹൂദന്മാരായിരിക്കുന്ന ഒത്തിരി പേര് ആ പട്ടണത്തിനകത്തുണ്ട്. ഒരു ക്ഷാമം വന്നപ്പോൾ, ഒരു പ്രതികൂലം വന്നപ്പോൾ പെട്ടെന്ന് നവോമിയുടെ ഭർത്താവിന് തോന്നിയത് ഈ പ്രതികൂലത്തിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന്. എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ശ്രദ്ധയോടെ കൂടി നിങ്ങളായിരിക്കുന്നെങ്കിൽ ഇതിനകത്ത് ദൂത് ഞാൻ പറയാം. ഏതൊരു താമസിക്കുന്നത് ബെത്ലഹേമിനകത്താണ്, അപ്പത്തിൻ്റെ പട്ടണത്തിനകത്താണ് താമസിക്കുന്നത്. അവർക്ക് ഒന്ന് അതിനകത്തുണ്ട്, അവർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കൂട്ടത്തിലാണ് അവർ താമസിക്കുന്നത്. ദൈവത്തെ സേവിക്കുന്നവരുടെ കൂട്ടത്തിനിടയ്ക്കാണ്, എന്ന് വെച്ചാൽ യഹൂദന്മാർ താമസിക്കുന്ന പട്ടണമാണ് ബെത്ലഹേം. നമുക്കറിയാം, ബെത്ലഹേമിനെ കുറിച്ചുള്ള നിരവധി വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും പ്രവചന ദൂതുകളും കാലങ്ങളായി യെശയ്യാ പ്രവാചക പുസ്തകം മുതൽ ഇങ്ങോട്ട് കിടക്കിയ ഈ ബെത്ലഹേമിനകത്തു നിന്ന് ഒരുവൻ വരും, അല്ലെങ്കിൽ ഒരുത്തൻ ജനിക്കും, ഒരു രാജാവ് ബെത്ലഹേമിനകത്തു നിന്ന് യഹൂദന്മാരെ രക്ഷിക്കാൻ വരും. നിരവധി പ്രവചന ദൂതുകൾ ബെത്ലഹേമിൽ കിടക്കുകയാണ്. ഈ വലിയ ദൈവിക ദൂതുകളുണ്ട്, ദൈവികമായ ഇടപെടലുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ആരാധനകളുണ്ട്. അവർക്ക് അവിടുന്ന് ബെത്ലഹേമിൽ നിന്ന് നോക്കിയാൽ ജെറുസലേം പട്ടണം കാണാം. അവർക്ക് നിസാരമായി കടന്നുപോയി ജെറുസലേമിൽ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടമുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ ഭവനത്തിനകത്ത്, ആ പട്ടണത്തിനകത്ത് ചെറിയൊരു ക്ഷാമമുണ്ടായെന്ന് കേട്ടതും ഹല്ലേലൂയ, ഈ നവോമിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ദൂതിനകത്തേക്ക് കയറി വരാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഇതിൻ്റെ പരിണിത ഫലം പലപ്പോഴും നമ്മുടെ ലൈഫിനകത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആരാധിക്കുന്ന, ദൈവത്തെ അറിഞ്ഞ് അതിൽ നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഞെരുക്കങ്ങൾ വരാം, ഭാരങ്ങൾ വരാം, ഒരുപക്ഷെ പട്ടിണി വരാം, പ്രതികൂലങ്ങൾ വരാം. പക്ഷേ അതിനകത്തും ഒരു ദൈവ പൈതലിൻ്റെ ചിന്ത, ഞാൻ വസിക്കുന്ന ഇടത്ത് ആഹാരമില്ലെങ്കിലും എനിക്കൊന്നുണ്ട്, എനിക്ക് ദൈവത്തെ ആരാധിക്കുന്ന സാഹചര്യമുണ്ട്. എനിക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള
ഹല്ലേലൂയ സാഹചര്യങ്ങൾ എനിക്കുണ്ട്. ഹല്ലേലൂയ. പലരുടെയും ലൈഫിനകത്തുള്ള പരാജയത്തിന്റെ കാരണം താൽക്കാലികമായ നന്മകൾ കാണുമ്പോൾ ഹല്ലേലൂയ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ വിട്ട് നീ ഒന്ന് മുറുകെ പിടിക്കേണ്ട ഒന്നുണ്ട്. ഹല്ലേലൂയ പട്ടിണിയാണേലും അല്ലെങ്കിൽ നിന്റെ വീട്ടിനകത്ത് പ്രാർത്ഥനയുള്ള ഭവനമാണെങ്കിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സാഹചര്യം നിനക്കുണ്ടെങ്കിൽ, ആരാധനയുടെ സാഹചര്യം നിനക്കുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്നവരുമായിട്ടുള്ളൊരു കൂട്ട് നിനക്കുണ്ടെങ്കിൽ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, വെളിപ്പാടുള്ള പട്ടണത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, വെളിപ്പാടുള്ള സഭയ്ക്കകത്താണ് നീ നിൽക്കുന്നതെങ്കിൽ, പ്രവചന ദൂതുകളുള്ള സഭയ്ക്കകത്താണ് നീ നിൽക്കുന്നതെങ്കിൽ, ഇന്ന് നീ ഒന്നും കണ്ടില്ലേലും നാളെ നിന്റെ നന്മ അതിനകത്ത് നിന്ന് വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകലിൽ ആത്മാവിൽ നിറഞ്ഞെന്ന് സ്തോത്രം പറഞ്ഞു. ഇന്ന് നീ ഒരു നന്മ കണ്ടില്ലേലും ഇന്ന് നീ പറയണം, ഞാൻ കൂടുന്ന കൂട്ടായ്മ അതിനകത്ത് ചില പ്രവചന ദൂതുകൾ കിടപ്പുണ്ട്, ചില വെളിപ്പാടുകൾ കിടപ്പുണ്ട്, ചില ഉണർവുകൾ കിടപ്പുണ്ട്. ഹല്ലേലൂയ ദൈവിക പദ്ധതികൾ കിടപ്പുണ്ട്, ദൈവിക ആലോചനകൾ ഈ സഭയ്ക്കകത്ത് കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവ് ചലിക്കുന്ന സഭയാണ്. എനിക്കിന്ന് ദാരിദ്ര്യമാണ്, കഷ്ടതയാണ്, പട്ടിണിയാണ്, എന്റെ വിഷയം പ്രശ്നമാണ്, പക്ഷേ ഞാൻ കൃപയ്ക്കകത്ത് നിൽക്കുമെന്ന് പറയുന്നവർ, ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമെന്ന് പറയുന്നവർ മാത്രം. നീ ഏതിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആരാധനയ്ക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ? അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ? അല്ലെങ്കിൽ നിന്റെ വീട്ടിനകത്ത് ഇന്ന് പട്ടിണിയാണേലും ഓർത്തോളണം, വാഗ്ദത്തം നിന്നെ അന്വേഷിച്ചു വരും, നന്മ നിന്നെ അന്വേഷിച്ചു വരും, വിടുതൽ നിന്നെ അന്വേഷിച്ചു വരും, അത്ഭുതം നിന്നെ അന്വേഷിച്ചു വരും. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പലരും സാഹചര്യങ്ങൾ പറഞ്ഞ് ആരാധന മുടക്കും. എന്നാൽ ചിലർ സാഹചര്യങ്ങൾ ഉണ്ടാക്കി അവരവരുടെ വീട് വിട്ട്, അവരുടെ ദേശം വിട്ട് ഒക്കെ അവരോട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ ഈ നെടുമങ്ങാടേക്ക് വരുന്നേ? അവർ പറയും, ഞങ്ങൾക്ക് നെടുമങ്ങാട് സഭയോട് ചേർന്ന് നിൽക്കാനാ, സഭയോട് ചേർന്ന് ആരാധിക്കാനാ, ഹല്ലേലൂയ സഭയോട് ചേർന്ന് ഹല്ലേലൂയ ആത്മീയ അന്തരീക്ഷത്തിനകത്ത് മുന്നേറാനാ. ഒരു സ്തോത്രം പറഞ്ഞേ. എനിക്കറിയാം, ഞെരുക്കമായിരിക്കും, പട്ടിണിയായിരിക്കും, വാടകയ്ക്കായിരിക്കും കിടക്കേണ്ടത്, സ്വന്തം സ്ഥലം വിട്ടിട്ടായിരിക്കും നീ വാടകയ്ക്ക് ഇവിടെ വന്ന് കിടക്കുന്നേ. ഹല്ലേലൂയ. അവരുടെ അകത്തുള്ള വാഞ്ച എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന അന്തരീക്ഷത്തിനകത്ത് എൻ്റെ തലമുറ വളരണം, എൻ്റെ കുടുംബം വളരണം, എനിക്ക് പ്രാർത്ഥിക്കാൻ പോകണം, എനിക്ക് ആരാധിക്കാൻ പോകണം, എനിക്ക് ആത്മീയ അന്തരീക്ഷത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. എനിക്ക് ഭൗതികം ഒന്നും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ ആത്മീയ അന്തരീക്ഷത്തിനകത്ത്, ആത്മീയ സഭയ്ക്കകത്ത്, ആത്മീയ വളർച്ചയ്ക്കകത്ത്, പ്രവചന ദൂതിനകത്ത്, ഓ സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ. ഓരോ ഞായറാഴ്ചകളും കേൾക്കുന്ന ദൈവിക ദൂതിനകത്ത് കണ്ടോ ഇല്ലേ എന്നല്ല, ഈ മാസം നിനക്ക് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ ഒന്നും കണ്ടില്ല, പക്ഷെ നീ കുറെ ദൂത് കേട്ടു, കുറെ വിടുതൽ, ഹല്ലേലൂയ ആത്മീയ അന്തരീക്ഷം ചലിച്ചു, ദൈവ സാന്നിധ്യം ചലിച്ചു. മതി എനിക്ക് അതിനകത്ത്. ഓ പോരാ. അനിൽ ബ്രദർ ഒരു കൈയൊക്കെ അടിച്ചോ കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ കരങ്ങൾ അടിച്ച് ശക്തമായ ആത്മനിറവിൽ നീ ഇതിനകത്ത് ആത്മീയ അന്തരീക്ഷത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ, നിന്റെ പട്ടിണി മാറ്റുന്ന, നിന്നെ ദൈവം കടാക്ഷിക്കുന്ന, നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വരുന്ന, നിന്റെ മേൽ വെളിപ്പാട് കത്തുന്ന, നീ കേട്ട ദൈവിക ദൂതുകൾ നിന്റെ മേലും നിന്റെ തലമുറ മേലും വെളിപ്പെട്ടു വരുന്ന ഒരു ദിനമുണ്ട്. സ്തോത്രം 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 സ്തോത്രം. പക്ഷെ നവോമിയുടെ ഭർത്താവ് പറഞ്ഞു, ഇവിടെ ക്ഷാമമാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കാണുന്ന നന്മയുടെ പുറകെ പോകാം. മോവാബിൽ
പട്ടിണിയില്ല. മോവാബിൽ എന്തില്ല? ഹല്ലേലൂയ, അവിടെ ഹല്ലേലൂയ ഗോതമ്പുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് ഹല്ലേലൂയ പട്ടിണിയില്ല. നമുക്ക് അങ്ങോട്ട് പോകാം. ഒന്ന് ഓർത്തോളണം, അവിടെ പട്ടിണിയില്ല, പക്ഷെ അവിടെ ദൈവമില്ല. അവിടെ നിന്നെ സഹായിക്കാൻ ആൾക്കാർ കാണും, പക്ഷേ നീ നോക്കേണ്ടത് സഹായം കിട്ടുന്ന ഇടമല്ല, ദൈവമുണ്ടോ? അവിടെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടോ? പോയി ഭാര്യയും മക്കളെയും കൊണ്ടുപോയി. അവിടെ ചെന്നു. അവിടെ 2 ആമക്കൾക്ക് മോവാബിയ സ്ത്രീകളെ കിട്ടി, ആഹാരം കിട്ടി, നന്മ കിട്ടി. പക്ഷെ ഈ നന്മയൊന്നും നിലനിന്നില്ല. ഒരു സ്വത്രം പറഞ്ഞേ, ഒരു സ്വത്രം പറഞ്ഞേ. ഒരുപക്ഷെ അന്ന് നവോമിയുടെ ഭർത്താവ് പറഞ്ഞു, കണ്ടോ, നമ്മൾ അവിടെ കിടന്നിരുന്നെങ്കിൽ പട്ടിണി കൊണ്ട് ചത്തേൻ. ഇവിടെ വന്നപ്പോ നമുക്ക് എല്ലാം കിട്ടി, നന്മ കിട്ടി, വിടുതൽ കിട്ടി. 2 മനോഹരിയായ സുന്ദരികളായ മോവാബ്യ സ്ത്രീകളെ ഞങ്ങളുടെ മക്കൾക്ക് കിട്ടി. പക്ഷെ ഇതൊന്നും അനുഭവിക്കാനുള്ള ആയുസ് കിട്ടിയില്ല. ഒരു സ്വത്രം പറഞ്ഞേ, സ്വത്രം പറഞ്ഞേ. വിളിച്ചുകൊണ്ട് പോയവൻ മരിച്ചു, 2 ആമക്കളും മരിച്ചു. പക്ഷേ ഇതിനകത്തും ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ഈ നവോമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, നവോമി തികച്ചും ഒരു ദൈവഭക്തയായിരുന്നു. ചില കാര്യങ്ങൾ അറിയാലോ, ഈ ദൈവവചനത്തിനകത്ത് പറയുന്നുണ്ട്, ഏത് മൂർഖനും കീഴ്പ്പെടണം. ഏത് മൂർഖന്മാർക്കും കീഴ്പ്പെടണം. ഈ വാക്യമുള്ളതുകൊണ്ട് ഭർത്താവ് എന്തു പറഞ്ഞാലും എന്ത് ചെയ്യുക? അനുസരിക്കുക എന്നുള്ള വാക്യമാണ്. ഞാനൊന്ന് പറയും, ഭർത്താവ് ദൈവത്തെ വിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു സ്വത്രം പറഞ്ഞേ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എന്നോട് പറയുക, നാളെ മുതൽ നീ ഇന്നതിനെ ആരാധിക്കാൻ വരണമെന്ന് പറഞ്ഞാൽ നീ പറയണം, ഇത് ഞാനും ഇറ്റ്സ് മൈ പേഴ്സണൽ ബിസിനസ്, ഇത് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. സ്വത്രം സ്വത്രം സ്വത്രം. നീ ഭർത്താവിനെ ബഹുമാനിക്കണം, കീഴ്പ്പെടണം, അനുസരിക്കണം, അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിന്റെ ഇടി മേടിച്ച് കെട്ടണം, എല്ലാം ചെയ്യണം. പക്ഷേ സ്വത്രം ദൈവത്തെയുമായി ബന്ധപ്പെട്ട്, ദൈവിക തീരുമാനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിന്നെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ഭർത്താവ് പറഞ്ഞാൽ പറയണം, പോയി പണി നോക്കാൻ പറയണം. എന്നിട്ട് പറയണം, നിങ്ങളെക്കാളും എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നവോമി ഇതെല്ലാം സഹിച്ച് അവിടെ ചെന്നു. ഇപ്പൊ ആരേ ഉള്ളൂ? ഹല്ലേലൂയ. പക്ഷെ നവോമിയുടെ ലൈഫിനകത്ത് നവോമി നോക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. പലപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ പലപ്പോഴും പറയും, ആരെങ്കിലും നിങ്ങൾക്ക് അത് തരാം, നിങ്ങൾ തിരിച്ച് ഇന്നതിലേക്ക് വന്നാൽ മതി, പള്ളിയിലേക്ക് വന്നാൽ മതി, വീട് വെച്ച് തരാം, നിങ്ങൾക്ക് അത് നന്മ തരാം. അയ്യോ സഹോദരങ്ങൾ എനിക്ക് വീട് വെച്ച് തന്നു, എനിക്ക് അവർ പൈസ തന്നു, അതുകൊണ്ട് എൻ്റെ വിശ്വാസം അങ്ങോട്ട് കുറച്ചു നേരം മാറി നിൽക്കട്ടെ, ഞാൻ അവരുടെ വിശ്വാസത്തെ കടമെടുത്തു. ഇതെല്ലാം ശാപമാണെന്ന് ഓർത്തോളണം. എൻ്റെ പുറകെ വരാൻ പോകുന്ന ഇന്റർനാഷണൽ ശാപമാണ്. കാരണം നീ അറിഞ്ഞ സത്യത്തെ കുഴിച്ചിട്ടിട്ട് നീ എവിടെ ചെന്നാലും ഓർത്തോളണം, അതിന്റെ പുറകിൽ വ്യാപരിക്കാൻ പോകുന്നത് ശാപമാണ്. അത് ആരും തന്നില്ലെങ്കിലും, ആരും സഹായിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവന് തന്റെ വിശ്വാസത്തെ വിട്ടുകളയാൻ ഇടവരികയില്ല. പോരാ പോരാ പോരാ. ദൈവം അങ്ങനെ ഉള്ളവന് വേണ്ടി ഹല്ലേലൂയ പൂർണ്ണ മഹത്വം സ്വർഗം ഏറ്റെടുത്തുകൊണ്ട് ചിലത് ദൈവം തുറന്നു തരും. ദൈവം പറയും, ഇവൻ എന്നെ വിശ്വസിക്കുന്നത് കൊണ്ട്
മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവിടെ മകൻ മരിച്ചു, മക്കൾ 2 മരിച്ചു, ഭർത്താവ് മരിച്ചു. ആകെ അവശേഷിക്കുന്നത് ജാതീയ വിശ്വാസത്തിൽ, ജാതീയ അനുഭവത്തിലായിരിക്കുന്ന 2 മക്കൾ മാത്രം, മരുമക്കൾ മാത്രം. പക്ഷെ അതിനകത്ത് നമുക്ക് കാണാം, നോക്കി വായിച്ച്, അവിടെ ഈ സാഹചര്യത്തിന്റെ അകത്ത് ഏകദേശം 10-12 വർഷം 10-12 വർഷം കൊണ്ട് എല്ലാം തീർന്നിട്ട് ശൂന്യമാക്കപ്പെട്ട് നവോമി അറിഞ്ഞു. എന്തറിഞ്ഞു? ബത്ലഹേമിൽ ക്ഷാമം മാറി. ഒരു സ്വത്രം പറഞ്ഞേ. ബത്ലഹേമിൽ ക്ഷാമം മാറി. അവിടെ ദൈവം അവർക്ക് വേണ്ടി ഗോതമ്പും വിളയും കൊയ്ത്തും. നീ കുറ്റം പറഞ്ഞു പോയ ബത്ലഹേമിൽ ദൈവം കടാക്ഷിച്ചു. ദൈവം അവിടെ വയലുകളെ നിറച്ചു, അവിടെ സമ്പത്തുകളെ നിറച്ചു. അവർക്ക് സമൃദ്ധിയായി കൊയ്ത്തു വന്നു. കാരണം ബത്ലഹേമേ, നിന്റെ മേൽ കിടക്കുന്ന പ്രവചനങ്ങൾ, ഹല്ലേലൂയ, അത് ഇന്നല്ലെങ്കിൽ നാളെ വിളവെടുപ്പായി മാറും. ഈ KFM ചർച്ചിനകത്ത് വന്ന് ഇന്ന് നിനക്കൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷെ ഒന്ന് ഞാൻ ഡെഫിനറ്റ് ആയി പറയാം, അത് ഈ സഭയ്ക്കകത്ത് കിടക്കുന്ന പ്രവചന ദൂതുകളുണ്ട്. ഇത് നീ കാണും, ഇത് നീ അനുഭവിക്കും, ഇത് വെളിപ്പെട്ടു വരും. സ്തോത്രം. ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ദൈവമില്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അവക്ക് ലഭിച്ചത് ആഹാരം കിട്ടി. പക്ഷെ എന്ത് നഷ്ടപ്പെട്ടു? പ്രിയപ്പെട്ടത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഒരു വാണിംഗായി ഞാൻ പറയാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എന്ത് നന്മകൾ ആ ലോകം തരാമെന്ന് പറഞ്ഞാലും, വസ്തു എഴുതി തരാമെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞാലും, നന്മ തരാമെന്ന് പറഞ്ഞാലും, ദൈവമില്ലാത്തതിന്റെ അനുഭവം മേടിപ്പാൻ നീ പോകരുത്. ആ നന്മ വേണ്ടെന്ന് പറയണം, ആ അനുഗ്രഹം വേണ്ടെന്ന് പറയണം. എന്നിട്ട് പറയണം, എന്റെ മേലൊരു വെളിപ്പാടുണ്ട്, എന്റെ മേലൊരു പ്രവചന ദൂതുണ്ട്, എന്റെ മേലൊരു ദർശനമുണ്ട്, അതെന്റെ തമ്പുരാൻ നിവർത്തിക്കും. നീ വിട്ടിട്ട് വന്നതിന്റെ പുറകെ നീ പോകരുത്. താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി വിട്ടിട്ട് വന്നതിന്റെ പുറകെ നീ ഓടരുത്. നിനക്ക് അവിടെ പൊസിഷൻ കിട്ടിയേക്കാം, നന്മ കിട്ടിയേക്കാം. ഹല്ലേലൂയ. നിനക്കവിടെ പള്ളിയിലച്ഛനാകാം, നിനക്കവിടെ സെക്രട്ടറി ആകാം, നിനക്കവിടെ പലതുമാകാം. പക്ഷെ നീ അറിഞ്ഞ സത്യമുണ്ട്. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറയുന്ന നീ തിരിച്ച് അതിലേക്ക് പോകരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരെ ഓർത്ത് ഞാൻ സ്തോത്രം പറയുക. എത്രയോ പേരുണ്ടെന്നറിയോ. കഴിഞ്ഞ ദിവസം ഞാൻ രമ ആൻറ്റി എന്ന് പറഞ്ഞ ആൻറ്റിയുടെ അടുക്ക പോയി. രമ ആൻറ്റി, പാലോട്ടത്തെ രമ ആൻറ്റിയുടെ ഹസ്ബൻഡ് മരിച്ചു. ആ രമ ആൻറ്റി വിശ്വാസത്തിലേക്ക് വരുന്ന ജാതീയ അനുഭവത്തിനകത്ത് ആ ആൻറ്റിയുടെ ഭവനത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത് ക്ഷേത്രമാണോ എന്ന് തോന്നിപ്പോയി. കാരണം അതിനകത്ത് പുക കൊണ്ട് പലതും, കുന്തിരിക്കവും തിരികളും അതും ഇതും ഫോട്ടോകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭർത്താവ് ആ ബെഡിൽ ഇങ്ങനെ തളർന്നു കിടക്കും. ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഈ ആൻറ്റി ഉണ്ടല്ലോ, ഒറ്റ ഞായറാഴ്ച മുടക്കാതെ ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കാൻ വരും. ബന്ധുക്കൾ പറഞ്ഞ്, ആരെങ്കിലും കാണുമോ, ഇയാൾ ഇങ്ങനെ കിടക്കുമല്ലേ? ഈ ആൻറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മനുഷ്യനെ ഞാൻ 15 വർഷമായി, എന്നോട് കഴിഞ്ഞ ദിവസം 15 വർഷമായി ഈ മനുഷ്യനെ ഞാൻ നോക്കുകയാണ്. എന്തുകൊണ്ടാണ് പാസ്റ്റർ എന്ന് അറിയാമോ? ഇദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. സ്തോത്രം. ഹല്ലേലൂയ. നാട്ടുകാർ ചോദിക്കും, നിങ്ങളല്ല വേറെ ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇയാളെ കളഞ്ഞിട്ട് പോയി. അതുപോലെ ക്രൂരനായ മനുഷ്യനാണ്. തെറിവിളിയുടെ ബഹളമാണ് കിടക്കുമ്പോൾ.
പക്ഷെ പലരും ചോദിച്ചു, ഈ ആന്റി എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ബന്ധുക്കൾ ചോദിച്ചേ, അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പുകൾ ചോദിച്ചു, ഇവിടെ ബന്ധുക്കൾ ചോദിച്ചു, നിങ്ങൾ ഇയാളെ വിട്ടിട്ട് 15 വർഷത്തിന് മുമ്പ് വിട്ടിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇപ്പോൾ ഞാൻ ഒരുവനെ സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഓരോ പലരും വന്നു, നിങ്ങൾ ഞങ്ങളുടെ ഇന്ന സ്ഥലത്ത് കൊണ്ട് ഈ ഭർത്താവിനെ കിടത്ത്, ഞങ്ങൾ നോക്കിക്കോളാം. അവർ ചോദിച്ചേ, പ്രാർത്ഥനയുള്ള സ്ഥലമാണോ? അല്ല, വേണ്ട, ഞാനിവിടെ ഇരുന്ന് ഞാനും ഭർത്താവോട് പ്രാർത്ഥിച്ചോളാം. ഒരു സ്വത്രം പറഞ്ഞു. നമ്മളായിട്ടാണെങ്കിൽ കിട്ടിയ അവസരം കളയാതെ കൊണ്ടെറിഞ്ഞിട്ട് ഓടാൻ നോക്കിയേനെ. പക്ഷെ അവർ പറഞ്ഞു, അവർ ചോദിച്ച ഒറ്റ കാര്യം, ആത്മീയ അന്തരീക്ഷമുള്ള സ്ഥലമാണോ, പ്രാർത്ഥിക്കുന്ന ഇടമാണോ, ആരാധിക്കുന്ന ഇടമാണോ? അയ്യോ, അങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ ഇതിനനുസരിച്ച് ചെയ്യുന്നത്. അവർ പറഞ്ഞു, വേണ്ട, ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞ ദിവസം മരിച്ചു. ബന്ധുക്കൾ ചാർച്ചക്കാർ വന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം അവർ സഹകരിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ആന്റിയുടെ ഈ ഭർത്താവിനോടുള്ള കരുതൽ കണ്ടിട്ട്. ആദ്യം ഇതിൽ വിശ്വാസത്തിലേക്ക് ഈ ആന്റി വന്നപ്പോ ഭർത്താവ് തിരിച്ചു ചെല്ലുമ്പം തെറിവിളിയും ബഹളമാ. ഒരാരാധനയിൽ ശക്തമായ ദൈവിക ദൂത് കേട്ടപ്പോ, ഇന്ന് നിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോ ചില അത്ഭുതങ്ങൾ നടക്കുമെന്ന ദൂത് കേട്ട് ഈ ആന്റി അത് പ്രാപിച്ച് അനുഗ്രഹം ആ ദൂതിനെ ഏറ്റെടുത്ത് എന്റെ മകൾ ഭവനത്തിലേക്ക് ചെന്നപ്പോ കണ്ടതെന്താണെന്നറിയോ? ഈ തളർന്നു കിടന്ന മനുഷ്യൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. സ്തോത്രം, 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 സ്തോത്രം. ഇല്ലേ, ഇല്ലേ, അങ്ങനെയല്ലേ? ഹല്ലേലൂയ. ഇവിടെ തളർന്നു കിടന്ന മനുഷ്യൻ അല്ലേ, ഏതൊരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഈ ആന്റി കയറി ചെല്ലുമ്പോൾ ഇയാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. പുള്ളി പറയുക, എനിക്ക് നടക്കാൻ പറ്റും ഇപ്പോൾ. ഒരു സ്വത്രം പറഞ്ഞേ. ഇതിനെയാണ് വിശ്വാസം. ചിലരുടെ വിശ്വാസമൊക്കെ അങ്ങനെയാണ്. ആ വിശ്വാസമാണ് ദൈവത്തെ ചലിപ്പിക്കുന്ന വിശ്വാസം. സ്തോത്രം. തളർന്നതിനെ എഴുന്നേൽപ്പിക്കുന്ന, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ഇറക്കിത്തരുന്ന അസാധാരണമായ വിശ്വാസം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത ആന്റിയുടെ പ്രാർത്ഥന എന്താ? എഴുന്നേറ്റ് കഴിഞ്ഞ പിന്നെ ആന്റിയുടെ പ്രാർത്ഥന എന്താണെന്നറിയാം? ഈ മനുഷ്യൻ രക്ഷിക്കപ്പെടണം, ഈ മനുഷ്യൻ സ്നാനപ്പെടണം. സ്തോത്രം. എനിക്കൊന്ന് കഴിഞ്ഞ ശിവപാസാണോ സ്നാനപ്പെടുത്തി അല്ലേ? എങ്ങനെയാ സ്നാനപ്പെടുത്തി? പാലോട് ആറ്റില് വീട്ടിൽ പോയി ഈ മനുഷ്യൻ പറഞ്ഞു, ഈ തെറി വിളിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ പറഞ്ഞില്ലേ എന്നെ സ്നാനപ്പെടുത്തണമെന്ന്. ബീഡി വലി ഉണ്ടായിരുന്നു, അത് നിർത്തി. ഈ മനുഷ്യൻ ബീഡി വലിക്കുമായിരുന്നു, അത് നിർത്തി. എന്നിട്ട് പറഞ്ഞു സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഈ പാസ്റ്റർമാരെല്ലാവരും കൂടെ ചുമന്നുകൊണ്ട് പോയി പാലോട് ആറ്റി കൊണ്ടുപോയി ആ ഇതോടുകൂടി ഇറക്കി സ്നാനപ്പെടുത്തി തിരിച്ചു കൊണ്ടുപോയി. ഞാൻ പറയും, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അനടിയ രമയാൻറ്റിക്കാം. കാരണം തീർന്നു പോകേണ്ട പൈശാചിക ബന്ധനത്തിനകത്ത് തകർന്നു പോകേണ്ട ആ മനുഷ്യനെ അതിനെ നേടിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അതിന് സ്വർഗത്തിലെ പ്രതിഫലം അതിന് മേടിക്കാൻ ചെല്ലുന്നത് അത് രമയാൻറ്റി ചെല്ലുമ്പോ ദൂതന്മാർ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഈ അടക്കാൻ നേരത്തും ബന്ധുക്കൾ വന്ന് പറഞ്ഞു, നമ്മുടെ ആചാരപ്രകാരം അടക്കാം എന്ന് പറഞ്ഞപ്പോൾ ആന്റി പറഞ്ഞു, പറ്റില്ല, ഞങ്ങളുടെ പാസ്റ്റർമാർ വരും. സ്തോത്രം. അപ്പോൾ ബന്ധുക്കൾ എന്താ പറഞ്ഞതെന്നറിയാം? ഇതുവരെ 15 വർഷമായിട്ട് നോക്കിയത് അവള് പറയുന്നത് പോലെ ചെയ്താൽ മതി, ഞങ്ങൾ കൂടെ ഉണ്ട്. ബന്ധുക്കൾ പറഞ്ഞ് ഞങ്ങൾ കൂടെ ഉണ്ട്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? അല്ല, ദൈവിക വാഗ്ദത്തത്തെ പിടിച്ച് എന്ത് കഷ്ടം വന്നാലും അതിനകത്തുറച്ചു നിൽക്കുന്നവനെ സമൂഹത്തിന്റെ മധ്യത്തിൽ, നീ നിന്ദിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പോരാ. യെസ്. വല്ലതും കണ്ടോടുന്നവന്റെ പുറകെ അല്ല ദൈവം. കർത്താവിന്റെ പുറകെ നടക്കുന്ന, കർത്താവിന് വേണ്ടി നിൽക്കുന്ന, അതിനെ അടിയുറച്ച് വിശ്വസിച്ച് എനിക്കൊരു നന്മയുണ്ടാകും, എൻ്റെ അതൊരു വീണ്ടെടുപ്പുകാരൻ വരുമെന്ന് വിശ്വസിക്കുന്നവർ.
നവോമി കേട്ടു ബേത്ലഹേമിൽ അവിടുത്തെ ജനത്തിന് സമൃദ്ധി ഉണ്ടായി തുടങ്ങി. ഇന്നൊരു ദൈവത്തെ വിട്ടുപോകുന്ന ചിലരോട് ഞാൻ ദൂത് പറയട്ടെ, നീ ഒരു നാൾ കേൾക്കും, ഞാൻ അവിടെ നിന്നെങ്കിൽ എനിക്ക് ഈ ഗതി ഉണ്ടാകില്ലായിരുന്നു, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു, ഞാൻ ആ വെളിപ്പാടിനകത്ത് നിന്നിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് ചിലർ വായ് തുറന്ന് പറയുന്ന നാടുകളുണ്ട്. വായിച്ചേ, ഹല്ലേലൂയ. 14 വായിച്ചേ. ഓർപ്പ പൊട്ടിക്കരഞ്ഞു. ഇപ്പൊ ഇവർ ജെറുസലേമിലേക്ക്, നവോമി ജെറുസലേമിലേക്ക് ബേത്ലഹേമിലേക്ക് തിരികെ വരാൻ തീരുമാനമെടുത്തു. കാരണം നവോമിക്ക് പിടികിട്ടി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എവിടെ പോയാലേ പറ്റൂ, ബേത്ലഹേമിലേക്ക് പോയേ പറ്റൂ. അവിടെയാണ് എൻ്റെ വാഗ്ദത്തം കിടക്കുന്നത്. ഒരു സ്വത്രം പറഞ്ഞേ, അവിടെ എൻ്റെ വീണ്ടെടുപ്പുകാരനുള്ളത്, അവിടെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജനിക്കാനിരിക്കുന്ന പട്ടണം ബേത്ലഹേമാണ്. ഒരു സ്വത്രം പറഞ്ഞേ. നവോമി പോകാൻ തീരുമാനിച്ചു. 2 മരുമക്കളെ വിളിച്ചു, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ വരുന്നുണ്ടോന്നല്ല, അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ആചാരവും കാര്യങ്ങളുമായിട്ട് നിൽക്കില്ല, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. ഓർപ്പ ആദ്യം നമ്പരൊക്കെ ഇട്ടു, അമ്മ പോകുന്നിടത്തേക്ക് ഞാനും വരാമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും പിന്നെ എന്ത് ചെയ്തു, പൊട്ടിക്കരഞ്ഞ് അവസരം കിട്ടിയപ്പോൾ തിരിച്ചു പോയി. തിരിച്ചു പോകാൻ മാത്രമല്ല, അതിനകത്ത് ഒരു വാക്യമുണ്ട്, അവൾ പോയി അവളുടെ സഹോദരങ്ങളും അവളുടെ കുടുംബക്കാരും അവളുടെ ദേവനെയും അവൾ സേവിച്ചു. അവളുടെ അവസരം കിട്ടിയിരിക്കുവോ തിരികെ പോകാൻ. ചിലർ പറയാത്ത താമസമാണ്, ഒരു ചാൻസ് കിട്ടിയാൽ തിരികെ പോകാൻ റെഡിയായി നിൽക്കുക. ഓർപ്പ പറയുക, എന്ത് പറഞ്ഞേ, ഓർപ്പയെ കുറിച്ച് പറയുക. അവർ പിന്നെയും അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. മടങ്ങിപ്പോവുക മാത്രമല്ല ചെയ്തേ, എങ്ങോട്ട് പോയി? അവളുടെ ദേവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയല്ലോ. അതാണ് ചിലരുടെ അവസ്ഥ. ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുക. എങ്ങനെയോ വന്ന് ഇതിനകത്ത് ചാടിപ്പോയി, എങ്ങനെയോ വന്ന് രക്ഷിക്കപ്പെട്ടു പോയി, സ്നാനപ്പെട്ടു പോയി. ഒരവസരം കാത്തിരിക്കുക. എവിടെ പോകാനാ പറഞ്ഞേ, എവിടെ പോകാനാ? ദേവന്റെ അടുക്കൽ പോവാ. പോകല്ലേ എന്ന് പറഞ്ഞ അടുത്തിരിക്കുന്നതാണ് പറഞ്ഞു. ഓർപ്പ ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ കരഞ്ഞിട്ട് പറഞ്ഞു, കൊള്ളാം, ഇതുവരെ നിന്നു, ഓക്കെ, താങ്ക് യു, നന്ദി അമ്മായി അമ്മേ, എല്ലാം നന്മയ്ക്ക് നന്ദി, എൻ്റെ ദേവൻ അവിടെ കാത്തിരിക്കുക, എൻ്റെ ദേവൻ അവിടെ കാത്തിരിക്കുക. പോയി. പക്ഷെ അടുത്തൊരു മരുമകൾ പറഞ്ഞു, അതിന് രൂത്ത് നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം പറഞ്ഞേ. ഓ അല്ല, നിന്റെ ദൈവം പറഞ്ഞേ, നിന്റെ ദൈവം എന്റെയും ദൈവം. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പിടികിട്ടും. ഇതിനെയാണ് ഇഴുകി ചേരുക എന്ന് പറയും. പല വിശ്വാസമുണ്ട്, അവസരം കിട്ടിയപ്പോൾ ഓടുന്ന വിശ്വാസമുണ്ട്. പക്ഷെ ഈ വിശ്വാസം എന്താണെന്നറിയോ? എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസമല്ല, പൊസിഷന് വേണ്ടിയുള്ള വിശ്വാസമല്ല. ഈ വിശ്വാസം ഇതിനകത്തോട്ട് ഈ ചിന്താഗതിക്കകത്ത്, ഈ വിശ്വാസത്തിനകത്ത് ഇഴുകിച്ചേർന്ന വിശ്വാസം. പോരാ, പിടികിട്ടുന്നുണ്ട്. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ നാവിൽ നിന്ന് പറയേണ്ടത് എൻ്റെ ദൈവം. ഒരു സ്തോത്രം പറഞ്ഞേ. ആ വിശ്വാസത്തോട് ഇഴുകി അങ്ങോട്ട് ചേരണം. അമ്മായി അമ്മയുടെ വിശ്വാസത്തോട് ഇഴുകി അങ്ങ് ചേരണം. പറയുക, ഇനി എനിക്ക് എൻ്റെ ദൈവമില്ല, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇനി എന്റേതെന്നില്ല, നീയാ, അല്ലെങ്കിൽ ഈ ദൈവമാണ് എൻ്റെ ദൈവം. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. അതിനോട് അങ്ങോട്ട് ഇഴുകി അങ്ങോട്ട് ചേരണം. നീ പോകുന്നിടത്ത്, നീ പാർക്കുന്നിടത്ത്, നിന്റെ ജനം എൻ്റെ ജനം ഇഴുകി അങ്ങോട്ട് ചേർന്നു. അമ്മായിയമ്മയ്ക്ക് മറുപടി ഇല്ലാതായി. ഒരു സ്വത്രം പറഞ്ഞേ. ഈ വാക്കങ്ങോട്ട് കേട്ടപ്പോൾ അമ്മായിയമ്മ പറയൂ, അതിന്റെ അടുത്തോട്ട് ഒന്ന് വായിച്ചോ.
തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ. അതിന്റെ 17 വായിച്ചേ. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. സ്തോത്രം പറഞ്ഞേ. ഇതൊന്ന് ഒരു സ്പിരിച്വലി ഒന്ന് കണ്ടേ, ഒരു സ്പിരിച്വലി ഒന്ന് കണ്ടേ. ഈ വിശ്വാസം നമ്മൾ ഈ വിവാഹത്തിന് പറയും മരണത്താൽ അല്ലാതെ. ഞാൻ അത് പറയാറില്ല. എന്തുകൊണ്ടാണ് പറയാത്തതെന്നറിയോ? കല്യാണത്തിന്റെ അന്ന് തന്നെ നമ്മൾ വെറുതെ എന്തിനാ നെഗറ്റീവ് പറയുന്നതെന്ന് വിചാരിച്ചാൽ, മരണത്താൽ അല്ലാതെ എന്ത് ചെയ്യില്ല, മരണം നമ്മെ വേർതിരിക്കുന്നത് വരെയും. ഞാനത് പറയാറില്ല. നമ്മൾ മരിക്കാനല്ലല്ലോ വരെ കല്യാണം കഴിച്ചു വിടാൻ പോകും. ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ആ നെഗറ്റീവ് പറയാറേ ഇല്ല. താഴ്ചയിലും സങ്കടത്തിലും കഷ്ടത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും ഞാൻ നിന്നോട് പറ്റിച്ചേർന്നിരുന്നോളാം. ഞാൻ ഇത് പറയുന്ന കേൾക്കാറുണ്ടോ? ദൈവം നമുക്ക് നൽകുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ മാത്രം സ്നേഹിച്ച് പരിപാലിച്ച് കരുതി ബഹുമാനിച്ച് കീഴ്പ്പെട്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ നാവ് കൊണ്ട് എന്തിനാ നല്ലൊരു കുടുംബജീവിതത്തെ മരണവും ശാപവും താഴ്ചയും കഷ്ടവും ദുഃഖവും. ഒരു സ്തോത്രം പറഞ്ഞേ. അതെല്ലാം അതിനകത്ത് ഒറ്റ വാക്കുണ്ട്. എന്താണെന്നറിയാം? ദൈവം നൽകുന്ന എല്ലാ സാഹചര്യങ്ങളിലും. പറഞ്ഞേ ദൈവം നൽകുന്ന എല്ലാ സാഹചര്യങ്ങളിലും. സ്തോത്രം സ്തോത്രം. താഴ്ചയിൽ മാത്രമല്ല, ഉയർച്ചയിൽ മാത്രമല്ല. ഹല്ലേലൂയ. ഏത് സാഹചര്യം വന്നാലും അല്ലേ? ഇവിടെ പറയുക, നീ മരിച്ചാൽ, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ. പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് ഇതിനെയാണ് ഇഴുകിച്ചേർന്ന വിശ്വാസം. അങ്ങനെ വിശ്വാസം പ്രാപിച്ച ഒരുവൻ കർത്താവിനോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത്. കർത്താവേ, നീയും ഞാനുമായി ഒരു ബന്ധം സ്ഥാപിച്ചു. ഈ ബന്ധത്തെ ഇനി വേർപിരിക്കാൻ പൗലോസ് പറഞ്ഞു, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ദാരിദ്ര്യത്തിനോ ചങ്ങലയ്ക്കോ പ്രതികൂലങ്ങൾക്കോ കല്ലേറിനോ നിന്ദകൾക്കോ പട്ടിണിക്കോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ. അങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന നിന്നെ അന്വേഷിച്ചാണ് വീണ്ടെടുപ്പുകാരൻ വരും. ഹല്ലേലൂയ. നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിത്തരാൻ ഒരുവൻ വീണ്ടും വരും. നിന്റെ ജീവിതത്തെ പണിയാൻ ഒരുവൻ വരും. ഇവൾ തന്റെ അമ്മായിയമ്മയോട് പറയാം, നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. ഇനി മരണത്താൽ അല്ലാതെ മരണത്താൽ അല്ലാതെ നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. ആ വിശ്വാസമുള്ള ദൈവമക്കൾ, യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മരണത്താൽ അല്ലാതെ. പോരാ. ഇന്ന് പകലിൽ ആ വിശ്വാസം നിന്റെ അകത്ത് കത്തണം. ഈ വിശ്വാസം നിന്റെ അകത്ത് ജ്വലിക്കണം. നിന്റെ ആദരം തുറന്ന് നീ പറയാൻ തുടങ്ങണം, ഒന്നിനും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. പിടികിട്ടുന്നവർ മാത്രം. അങ്ങനെ അവർ രണ്ടുപേരും ബെത്ലഹേമിലേക്ക് നടന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാൻ അതിനകത്ത് കാണുന്നത് ഒരു നവോമിയെയും രൂത്തിനെയും അല്ല. ഞാൻ കാണുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ അവരുടെ ആ വിശ്വാസം, അവളുടെ ആ വിശ്വാസം, ഏറ്റെടുത്ത വിശ്വാസത്തിലേക്ക് അവൾ അങ്ങോട്ട് കയറുക. ഒരു സ്തോത്രം പറഞ്ഞേ. ഇവളൊരു ജാതീയ സ്ത്രീയാ. ബെത്ലഹേമിൽ ഇതുവരെ വന്നിട്ടില്ല. നവോമിക്ക് ഒത്തിരി വെളിപ്പാടും ദർശനമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഇവൾക്ക് ഒരു വെളിപ്പാടും പ്രാപിച്ചിട്ടില്ല. ഇവൾ അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നതാ. പക്ഷേ ഇവൾ കേട്ട വിശ്വാസം അവളുടെ ജീവിതത്തിനകത്ത് ബെത്ലഹേം എന്ന് പറഞ്ഞ വാഗ്ദത്തത്തിനകത്തേക്ക് അവളുടെ അമ്മായിയമ്മയുടെ കരവും പിടിച്ചുകൊണ്ട്
അവൾ ബത്ലഹേം എന്ന വാഗ്ദത്തത്തിനകത്തേക്ക് നടന്നങ്ങോട്ട് കയറുക. ഒരു സ്തോത്രം പറഞ്ഞേ. എത്ര പേർക്ക് പിടികിട്ടുന്നെന്ന് അറിയില്ല. ഇന്ന് പകലിൽ നീ കർത്താവിനെ കരം മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ നടന്ന് കയറുന്നത് വാഗ്ദത്തത്തിനകത്തേക്ക്, ബത്ലഹേമിനകത്തേക്ക്, അനുഗ്രഹത്തിനകത്തേക്ക്, വീണ്ടെടുപ്പിനകത്തേക്ക്. ഓ, പിടികിട്ടുന്നവർ മാത്രം, പിടികിട്ടുന്നവർ മാത്രം. നീ നിനക്കൊരു പാരമ്പര്യവും പറയാനില്ല, നിനക്കൊരു ഒരു വെളിപ്പാട് നീ കേട്ടിട്ടില്ല, വചനം നേരെ അറിയില്ല. പക്ഷെ ഒന്ന് നീ വിശ്വസിക്കുന്നു, എന്റെ വീണ്ടെടുപ്പുകാരനുണ്ടെന്ന് നീ വിശ്വസിക്കുന്ന നീ, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ കൈ പിടിച്ച് നീ നടന്നു കേറുന്നത് ബത്ലഹേം എന്ന വാഗ്ദത്തത്തിനകത്ത്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ചിലരോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, നിനക്കൊരു നന്മയും പറയാനില്ല. നീ ജനിച്ചു വളർന്നത് അന്യാരാധനയ്ക്കകത്ത്, വിഗ്രഹാരാധനയ്ക്കകത്ത്, ശാപത്തിനകത്ത്. പക്ഷേ നിന്റെ വഴിയാത്രയിൽ നീ ഒരുവന്റെ കരം പിടിച്ചു, അല്ലെങ്കിൽ അവനുമായി നീ നടക്കാൻ തുടങ്ങി. ആ നടന്ന് നടന്ന് നീ വന്ന് കയറാൻ പോകുന്നത്, നീ അവനോടൊന്ന് പറഞ്ഞു, കർത്താവേ, ഇനി നീ അല്ലാതെ നീയുമായി ഞാൻ ഇഴുകി ചേരുന്നു, നീയുമായി ഞാൻ ഇഴുകി ചേരുന്നു. നീ അല്ലാതെ ഇനി എനിക്ക് മറ്റാരുമില്ല. നീ ഉള്ളിടത്ത് ഞാനുണ്ട്. നിന്റെ വക എന്റെ വക, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ജാതി എന്റെ ജാതി, നിന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്, നിന്റെ സമൃദ്ധി എന്റെ സമൃദ്ധി, നിന്റെ സ്ഥലം എന്റെ സ്ഥലം, നിന്റെ വാഗ്ദത്തം എന്റെ വാഗ്ദത്തം, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അത് എന്റെ വാഗ്ദത്തം. ഓ, പോരാ പോരാ പോരാ, ഇതിനെ വിശ്വാസം എന്ന് പറയുന്നേ. നിനക്കൊന്നും കിട്ടിയിട്ടില്ല, നിനക്കൊരു വാഗ്ദത്തം ഇല്ല. പക്ഷെ നീ കൈപിടിച്ചിരിക്കുന്നവന്റെ മേൽ കിടക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തെ നോക്കി പറ, എന്റെ കർത്താവിൻ്റെത് എനിക്കുള്ളത്. നീ ഉള്ളിടത്ത് ഞാനുണ്ട്. നിന്റെ വക എന്റെ വക, നിന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്, നിന്റെ സമൃദ്ധി എന്റെ സമൃദ്ധി. ഓ, സ്ഥാപിച്ചോട്ടെ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുന്നു, ഇനി നീ ചലിക്കുന്നത്, നീ കേറാൻ പോകുന്ന ബത്ലഹേം അപ്പത്തിന്റെ ഭവനത്തിനകത്ത് നിന്നെ ദൈവം കയറ്റാൻ പോകുന്നു. വീണ്ടെടുപ്പുകാരൻ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. കരമടിച്ച് ആത്മനിറവിൽ പോരാ പോരാ പോരാ. ഒരു നന്മയും ഒന്നും പ്രാഗൽഭ്യമില്ലാത്ത നീ, ചിലത് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നത് നിന്റെ പ്രാഗൽഭ്യം കൊണ്ടല്ല. അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന നീ പ്രാപിക്കാൻ പോകുന്നത് നൂറ്റാണ്ടുകൾ ചിലർ പ്രാപിക്കാത്ത നന്മ, നൂറ്റാണ്ടുകൾ കേട്ട പ്രവചന ദൂതുകൾ നീ പ്രാപിക്കാൻ പോവുക, നിന്റെ മേൽ വീഴാൻ പോവുക. പരിശുദ്ധാത്മാവിന്റെ ചിലരെ തൊടുകയാണ്. ദൈവാത്മാവിന്റെ ശക്തി ചിലരുടെ മേൽ വ്യാപരിക്കുന്നു. ദൈവശക്തി ചിലരെ തൊടുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ ചിലത് നിന്റെ മേൽ വീഴാൻ പോകുന്ന അന്യഭാഷകൾ പ്രാർത്ഥിച്ച് ചിലരുടെ മേൽ സൗഖ്യം വെളിപ്പെടും. ചിലർ കേറാൻ പോകുന്നത് നിന്റെ ദാരിദ്ര്യം മാറുന്ന അനുഗ്രഹത്തിലേക്ക് നീ കയറാൻ പോകുന്നു. നിന്റെ ശാപം പൊട്ടുന്ന ബത്ലഹേമിലേക്ക്, അപ്പത്തിന്റെ ഭവനത്തിലേക്ക്. അഭിഷേകം ചലിക്കട്ടെ. ദൈവ മഹത്വം, ദൈവ ശക്തി. Oh,
വാഗ്ദത്തങ്ങളിലേക്ക്, അത്ഭുതങ്ങളിലേക്ക്, വാഗ്ദത്തത്തിലേക്ക്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ്. നിന്റെ മേൽ വാഗ്ദത്തങ്ങളിലേക്ക്, അത്ഭുതങ്ങളിലേക്ക് സ്ഥാപിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. ബെത്ലഹേമിലേക്ക്, അപ്പത്തിന്റെ ഭവനത്തിലേക്ക്, നിന്റെ പ്രാഗൽഭ്യമല്ല, ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ഇന്ന് ദൈവസന്നിധികൾ തീരുമാനമെടുക്കുന്ന നീയും നിന്റെ തലമുറകളും ആത്മാവിന്റെ വാഗ്ദത്തങ്ങളിലേക്ക്. പരിശുദ്ധാത്മാവേ, 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 കയറട്ടെ. ഫില്ലോ ചരിക്കട്ടെ. ദൈവസാന്നിധ്യം ചരിക്കുന്നു. നിന്റെ ശാപങ്ങളെ പൊട്ടിച്ച്, ശാപങ്ങളെ പൊട്ടിച്ച്, മരണശക്തികളെ പൊട്ടിച്ച്, ദുഷ്ടന്റെ സ്വാധീനങ്ങളെ പൊട്ടിച്ച്, ദൈവത്തിന്റെ ശക്തി നിന്റെ ദാരിദ്ര്യങ്ങളെ പൊട്ടിച്ച്, നിന്റെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. യെസ്, ഒരു രൂത്തിനെ പോലെ ഒരു വീണ്ടെടുപ്പുകാരന്റെ കൃപ, 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 കൃപ നിന്നെ തൊടുന്നു, തൊടുന്നു, തൊടുന്നു. നിന്റെ ശാപങ്ങൾ മാറുകയാണ്. ദൈവിക നന്മ വെളിപ്പെടുകയാണ്. അത്ഭുതങ്ങൾ വെളിപ്പെടുന്നു. റിസീവ് ബ്ലെസ്സിംഗിലേക്ക്, ബ്ലെസ്സിംഗിലേക്ക്, നന്മകളിലേക്ക്, അത്ഭുതങ്ങളിലേക്ക്. നിന്റെ കഴിഞ്ഞ നാളുകളിലെ ശാപങ്ങളെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ കൃപ, ജാതീയ പാരമ്പര്യങ്ങളെ പൊട്ടിച്ച്, അന്യായ നുഖങ്ങളെ പൊട്ടിച്ച്, മരണ സ്വാധീനങ്ങളെ പൊട്ടിച്ച്, ദൈവത്തിന്റെ മഹത്വം. ഇന്ന് പകൽ നിന്റെ അത്ഭുതത്തിന്റെ പകലായി പരിശുദ്ധാത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. വിടുതലിന്റെ പകലായി. ചിലരുടെ മേൽ, ചിലരുടെ മേൽ ദൈവികമായ ഇടപെടലുകൾ പരിശുദ്ധാത്മാവിൽ ചലിക്കട്ടെ. ശാപങ്ങൾ പൊട്ടട്ടെ. ദേശത്തിന്റെ ശാപങ്ങൾ, അതിൽ നിന്റെ ഭൗതിക മേഖലകളുള്ള ശാപങ്ങൾ, നിന്റെ കെട്ടുകൾ, അന്യാരാധനയുടെ ശാപങ്ങൾ പരിശുദ്ധാത്മാവിൽ പൊട്ടിച്ച് നിന്നെ ബെത്ലഹേമിയ നന്മയിലേക്ക്, ബെത്ലഹേമിയത്തിന്റെ അനുഗ്രഹത്തിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക് സ്ഥാപിച്ചോ. വാഗ്ദത്തങ്ങളിലേക്ക് വാഗ്ദത്തങ്ങളിലേക്ക്, 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 അത്ഭുതങ്ങളിലേക്ക്, നന്മകളിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളിലേക്ക്. നിന്റെ ശാപങ്ങളെ പൊട്ടുന്നു. ദൈവാത്മാവ് പറയുന്നു, നിന്നെ നന്മയിലേക്ക് ചലിച്ചോ, ചലിച്ചോ, ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. കേസുകൾ, പിതൃപാരമ്പര്യ ശാപങ്ങൾ, മാതാവിൽ നിന്നുള്ള ശാപങ്ങൾ, കുടുംബത്തിൽ നിന്നുള്ള ശാപങ്ങൾ, യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്യുന്നു. മഹത്വം ചരിക്കട്ടെ. ഇങ്ങനെ ഞെരിക്കുന്ന അനുഭവങ്ങൾക്കകത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം അതിനെ വിടുവിക്കുന്നു. ഫ്രീ ദൈവ ശക്തിയാൽ, ദൈവ മഹത്വത്താൽ, ദൈവ കൃപയാൽ നിറയട്ടെ. രോഗ സ്വാധീനങ്ങളെ പൊട്ടിച്ച് ദൈവാത്മാവ് വിടുവിക്കുന്നു. ഫ്രീ കൊടുത്ത് നീ പ്രാപിക്കേണ്ട നന്മകളെ, നീ പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടാതെ വണ്ണം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു. നിന്റെ യോഗ്യത കൊണ്ടല്ല,
യോഗ്യത കൊണ്ടല്ല, ജാതീയ വിശ്വാസത്തിനകത്ത് നിന്ന് ഇന്ന് നീ മുറുകെ പിടിച്ചിരിക്കുന്ന യേശുവിനെ ഒരു നന്മയുടെ മുമ്പിലും തള്ളിപ്പറയാതെ കർത്താവിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ നിന്റെ മേൽ ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവ് തന്റെ മകളോട് ദൂത് പറയുന്നു. ചലിക്കട്ടെ കരങ്ങൾ അടിച്ചാത്മ നിറവിൽ. ഓ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ചലിക്കുകയാണ്, മഹത്വം ചലിക്കുകയാണ്, ദൈവസാന്നിധ്യം ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ മകളുടെ കർത്താവേ നിന്റെ മഹത്വം ഇറങ്ങി നിന്റെ കെട്ടുകളെ പൊട്ടിച്ച് കർത്താവിന്റെ വാഗ്ദത്തം ഇവിടെ വെളിപ്പെടട്ടെ. കേട്ട ദൂതുകൾ നിന്റെ അകത്ത് ക്രിയ ചെയ്ത് തുടങ്ങട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ഈ മകൾ നിറയട്ടെ. ദൈവകൃപ കണ്ണുനീരുകളെ വിലാപങ്ങളെ ദൈവം മാറ്റാൻ പോകുന്ന അത്ഭുതങ്ങളെ യേശുവിൻ നാമത്തിൽ വാഗ്ദത്തം. മഹത്വം കാണുക നീ വാഗ്ദത്തങ്ങൾക്കകത്ത് ചരിക്കുക. വാഗ്ദത്തം ചെയ്തവൻ കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ കുമാറുമോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, യേശുവാകുമാറുമില്ല, യേശുവാകുമാറും. ചേർന്ന് കരങ്ങളെ തട്ടി ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, യേശുവാകുമാറുമില്ല, യേശുവാകുമാറുമില്ല. വാഗ്ദത്തം ചെയ്തവൻ കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ കുമാറുമോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, യേശുവാകുമാറുമില്ല, യേശുവാകുമാറുമില്ല. പ്രതികൂല കാറ്റെന്നീടിലും എന്റെ ഉള്ളക്കാല കീഴിലും ഒരിക്കലും ഉയരില്ല എന്നു വീതിച്ച് മാറിയിലും, പ്രതികൂല കാറ്റെന്നീടിലും എന്റെ ഉള്ളക്കാല കീഴിലും ഒരിക്കലും ഉയരില്ല എന്നു വീതിച്ച് ഏവരും മാറിയിലും, ഇല്ല ഇല്ല തകരുകയില്ല, ഇല്ല ഇല്ല ഞാൻ തകരുകയില്ല, ഇല്ല ഇല്ല ഞാൻ തകരുകയില്ല, ഇല്ല ഇല്ല ഞാൻ തകരുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ, വാഗ്ദത്തം ചെയ്തവൻ കുമാറുമോ, വാഗ്ദത്തം ചേർന്ന് ചെയ്തവൻ കുമാറുമോ, ഓഹോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലും, യേശുവാകുമാറുമില്ല, യേശുവാകുമാറുമില്ല.